കേരളത്തിലെ പ്രശസ്തമായ ക്രൈസ്തവ ദേവാലയങ്ങളിലൊന്നാണ് കോട്ടയം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പുതുപ്പള്ളി പള്ളി. ഈ പള്ളിയുടെ യഥാർത്ഥ നാമം സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി എന്നാണ്. പക്ഷേ നമുക്ക് പുതുപ്പള്ളി പള്ളി അറിയപ്പെടുന്നത് ഉമ്മൻചാണ്ടിയുടെ പേരിലാണ്. നമുക്കേവർക്കും പ്രിയങ്കരനായിരുന്ന നമ്മുടെ നേതാവിനെ അടക്കിയിരിക്കുന്നത് പുതുപ്പള്ളി പള്ളിയിലാണ്. ദിവസേന ആയിരങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ കല്ലറയിൽ പ്രാർത്ഥനകൾ അർപ്പിക്കാൻ എത്തുന്നത്. ഈ പള്ളിക്ക് ഏകദേശം 4.5 നൂറ്റാണ്ട് പഴക്കമുണ്ട്. 1557 പരിശുദ്ധ മാതാവിൻ്റെ നാമത്തിൽ ഈ പള്ളി സ്ഥാപിക്കപ്പെടുന്നത്. ശേഷം 1640 ഈ പള്ളി പൊളിച്ചു പണിയുകയുണ്ടായി. വളരെ മനോഹരമായിട്ടുള്ളൊരു പൂന്തോട്ടം ഈ പള്ളിയുടെ മുൻവശത്തായിട്ടുണ്ട്. വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമധേയത്തിലുള്ള കേരളത്തിലെ പള്ളികളിൽ പൗരാണികതയിൽ മുന്നിൽ നിൽക്കുന്ന പള്ളികളിലൊന്നാണ് നമ്മുടെ പുതുപ്പള്ളി പള്ളി. പുതുപ്പള്ളി പള്ളിയിലെ പൊന്നിൻ കുരിശും വെച്ചൂട്ട് സദ്യയും പ്രസിദ്ധമാണ്. കൊടിയേറ്റ് എന്ന ചടങ്ങും നടക്കാറുണ്ട്. സ്വർണ്ണക്കുരിശ് എഴുന്നള്ളത്ത് റാസ എന്ന പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഞങ്ങളുടെ പുതുപ്പള്ളി പള്ളിയിലേക്കുള്ള യാത്ര പള്ളി സന്ദർശനം മാത്രമായിരുന്നില്ല. അമ്മച്ചിയുടെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പ്രാർത്ഥനകൾ അർപ്പിക്കണമെന്നുള്ളത്. അമ്മച്ചി ഒരു പൂവൊക്കെ വെച്ച് പ്രാർത്ഥിച്ചു. കൂടെ ഞങ്ങളും പ്രാർത്ഥിച്ചു. ഓരോ മലയാളി മനസ്സിനെയും ആഴത്തിൽ തൊട്ടറിഞ്ഞ നമ്മുടെ പ്രിയ നേതാവിൻ്റെ കല്ലറയിൽ പ്രാർത്ഥനകൾ അർപ്പിക്കാൻ ഓരോ ദിവസവും ആയിരങ്ങളാണ് അവിടെ വന്നു പോകുന്നത്. കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ കേരളം കണ്ട ഏറ്റവും ജനകീയനായ നേതാവ്, ഏറ്റവും കൂടുതൽ ആളുകളുമായി സംവദിച്ച നേതാവ്, ഏറ്റവും കൂടുതൽ നിവേദനം കൈമാറിയ മുഖ്യമന്ത്രി എന്നുള്ള വിശേഷണവും ഉമ്മൻചാണ്ടിക്കുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഉമ്മൻചാണ്ടിയുടെ വസതിയിലേക്കായിരുന്നു. ഭരണത്തിലിരിക്കുന്ന നാൾ എല്ലാ ഞായറാഴ്ചയും മുഖ്യമന്ത്രി പുതുപ്പള്ളിയിലെ വസതിയിൽ വന്നു പോകുന്നതായിരുന്നു ഇവിടുത്തെ ആളുകളുടെ നിവേദനം സ്വീകരിക്കാൻ. ഞങ്ങൾ പോയിരുന്ന സമയത്ത് ആ വീട്ടിലാരും ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടി മുഖ്യമന്ത്രി ഇവിടെ ഞായറാഴ്ചകളോളം വരുമ്പോൾ നിവേദനം സ്വീകരിക്കാൻ ഇരുന്നിരുന്ന ആ മുറിയുടെ ജനൽ തുറന്നു തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോയും മറ്റ് സാധനങ്ങളും കണ്ടു. രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾ അവരവരുടെ നിവേദനം സമർപ്പിക്കാൻ ഈ വസതിയിലായിരുന്നു വന്നിരുന്നത്. പ്രിയ നേതാവിൻ്റെ മരണത്തോടെ നമുക്ക് നഷ്ടപ്പെട്ടത് ഒരു മുഖ്യമന്ത്രിയെ മാത്രമല്ല, ഒരു യുഗവും കൂടിയാണ്.